യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന വിവരത്തിൽ മാറ്റമില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിൽ നിന്ന് കാന്തപുരം പിന്മാറി എന്ന പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. വധശിക്ഷ ഒഴിവായെന്നും ദിയാധനവും ജയിൽ മോചനവും സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് യമനിൽ നിന്ന് വന്നത്. ഇന്നലെ രാത്രി തന്നെ കാന്തപുരത്തിന്റെ ഓഫീസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ന്യൂസ് മലയാളമാണ് ഈ വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്തത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ളവർ വാർത്ത സ്ഥിരീകരിക്കുകയും കാന്തപുരത്തിന്റെ ഇടപെടലിന് നന്ദി പറയുകയും ചെയ്തു. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായും റദ്ദു ചെയ്തത്. സനായിൽ നടന്ന മതപണ്ഡിതരടക്കം പങ്കെടുത്ത ഉന്നതതല യോഗമാണ് തീരുമാനത്തിൽ നിർണായകമായത്. കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുവായ യമൻ ഷൂറ കൗൺസിൽ അംഗവും മുഹമ്മദ് ഹുദൈദ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ അടക്കം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് തലാലിന്റെ നാടായ നോർത്ത് യമനിലെ ദമാറിൽ നടന്ന ചർച്ചയിലാണ് വധശിക്ഷ ഒഴിവാക്കാമെന്ന കാര്യത്തിൽ തീരുമാനമായത്. തലാലിന്റെ കുടുംബത്തിലെ ചിലർ ദിയാധനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും വിരുദ്ധാഭിപ്രായത്തിലാണ്. കുടുംബത്തിലെ യുവാക്കൾ ദിയാധനം സ്വീകരിക്കാതെ ശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിലാണ്. അതേസമയം തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള യമനിലെ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബി വധശിക്ഷ റദ്ദാക്കിയ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വധശിക്ഷയിൽ നിന്ന് ഒഴിവായെങ്കിലും നിമിഷപ്രിയയ്ക്ക് തലാലിന്റെ കുടുംബം മാപ്പ് നൽകി ജയിൽ മോചിതയാക്കുന്ന കാര്യത്തിലാണ് നിലവിൽ ചർച്ചകൾ തുടരുന്നത്. എന്നാൽ വധശിക്ഷ ഒഴിവാക്കിയെന്ന് പറഞ്ഞതിൽ നിന്ന് കാന്തപുരം പിന്മാറിയെന്നും എക്സ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നും ചില മാധ്യമങ്ങൾ ഇന്ന് രാവിലെ വാർത്ത നൽകി. കാന്തപുരത്തിന്റെ ഓഫീസ് ഇത് നിഷേധിച്ചു. വാർത്താ ഏജൻസിയായ ANA ആണ് അവർ നൽകിയ വാർത്ത പിൻവലിച്ചത്. കാന്തപുരം ഇത് റീട്വീറ്റ് ചെയ്തിരുന്നു. ANAയുടെ ട്വീറ്റ് കാണാതായതോടെയാണ് കാന്തപുരം മോചന വാർത്തയിൽ നിന്ന് പിന്മാറി എന്ന മട്ടിൽ പ്രചാരണം നടന്നത്. ഉസ്താദിന്റെ ഓഫീസ് ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ വധശിക്ഷ ഇനി ഉണ്ടാവില്ല എന്ന് ധാരണയിലായിട്ടുണ്ട്. അതിൻ്റെ മറ്റ് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വൈകാതെ വരും. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചല്ല. അതിൽ യാതൊരു മാറ്റമില്ല. വധശിക്ഷ ഇനി ഉണ്ടാവില്ല. കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. തലാലിന്റെ കുടുംബവുമായുള്ള കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ. വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയ വാർത്ത അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ കാന്തപുരം നടത്തിയ ഇടപെടൽ കേന്ദ്രം ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടി ഇടപെടലിനെ തുടർന്നാണ്. 2-3 ദിവസങ്ങൾക്കകം വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത്. ഈ 2 വാർത്തകളും ആദ്യം ലോകത്തെ അറിയിച്ചത് ന്യൂസ് മലയാളമായിരുന്നു. അനൽ കാസേത്, ന്യൂസ് മലയാളം, കോഴിക്കോട്.